എല്ലാവർക്കും ന്യൂജൻ മാത്തിൻ്റെ SSLC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് എന്നെ അറിയായിരിക്കും, ചിലർക്ക് അറിയായിരിക്കും. എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇന്ന് നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ്. ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മൾ ഉടനെ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ്. ചിലവർക്കിത് അറിയായിരിക്കും, ചിലർക്കിത് അറിയാത്തതായിരിക്കാം. അപ്പോൾ അറിയുന്നവരും അറിയാത്തവരും എല്ലാം ഈ വീഡിയോ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ചോദ്യം കണ്ട് ഭയക്കൊന്നും വേണ്ട, ഇത് നിങ്ങളുടെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള കുറച്ച് ചോദ്യങ്ങളാണെന്ന് ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. ഈ ഓരോ ചോദ്യങ്ങളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് അറിയാത്തവർ കാണും, ചിലവർ ഇപ്പം തന്നെ ചെയ്തും കാണും. അപ്പോൾ എന്തായാലും അറിയാത്തവർ പഠിച്ചോ. എന്താണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത നോക്കി. ഇവിടെ ഒരു പ്ലസ്സും ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സംഖ്യ ഉണ്ട്, അത്രയേ ഉള്ളൂ. എന്തോ അർത്ഥം, രണ്ടെന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ കൂട്ടണം. ആരെ കൂട്ടണം? -1 എന്ന് പറയുന്ന ഈ സംഖ്യ കൂട്ടണം. അപ്പം രണ്ടിനോട് എന്ത് കൂട്ടണം? -1 കൂട്ടണം. അതാണ് ചോദ്യം. അപ്പോൾ രണ്ടിനോട് -1 കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്യണം മക്കളെ? സിമ്പിളായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ. 2 അതേപടി, ഒരു ചേഞ്ചും ഇല്ലെന്ന് നമുക്കറിയാം. ഈ പ്ലസ്സും ഈ മൈനസിനും കൂടെ എന്ത് സംഭവിക്കും? ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട, പ്ലസ്സും മൈനസും അടുത്ത് വന്നാൽ ഇതുപോലെ പ്ലസ്സും മൈനസും അടുത്ത് വന്നാൽ അതിനൊരു ട്രാൻസ്ഫോർമേഷൻ ഓർത്തിരിക്കുക. പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് ആണ്. എന്തായിട്ട് മാറും? അത് മൈനസ് ആയിട്ട്. ഇത്ര ഓർത്താൽ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആകുന്നു. ഈ പ്ലസ്സും ഈ മൈനസും കൂടെ ചേർന്നിട്ട് എന്താകുന്നു മക്കളെ? ഈ പ്ലസ്സും ഈ മൈനസും കൂടെ ചേർന്നിട്ട് ഇവിടെ ഞാൻ എഴുതിയേക്ക് നോക്കടാ, മൈനസ് ആകുന്നു. അതൊന്ന് പഠിക്കുക കേട്ടോ. അത് പഠിച്ചാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബാക്കി എന്ത് തന്നെ വ്യത്യാസം? 1 തന്നെയാണ്. അപ്പം പ്ലസ്സും മൈനസും കൂടെ മൈനസായി, പിന്നെ 1 എഴുതി. അപ്പോൾ 2ൽ നിന്ന് 1 കുറയ്ക്കണം. 2ൽ നിന്ന് 1 കുറച്ച ഉത്തരം എന്ത് തന്നെയാണ്? 1. അപ്പോൾ ആൻസർ ഈസ് 1. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1. നേരെ നമുക്ക് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ അതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഈ പ്ലസ്സും മൈനസും കൂടെ എന്തായിട്ട് മാറും എന്ന് ഇപ്പം പറഞ്ഞു. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആകുമ്പോൾ 3 - 4. ഇവിടെയാണ് അടുത്തൊരു പ്രശ്നം. നോക്കടാ, ഇവിടെ 3ൽ നിന്നാണ് 4 കുറയ്ക്കേണ്ടത്. എന്തുവാ? 3ൽ നിന്ന് 4 കുറയ്ക്കണം. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കുന്നത്? നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് എങ്ങനെ 3ൽ നിന്ന് 4 ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ നേരത്ത് നോക്കടാ, ഇതൊരു ചെറിയ സംഖ്യ. ഈ ചെറിയ സംഖ്യയിൽ നിന്ന് ഈ വലിയ സംഖ്യ കുറയ്ക്കാൻ നേരത്ത് എന്തായാലും ഉത്തരത്തിലൊരു നെഗറ്റീവ് ഉണ്ടായിരിക്കും. പിന്നെ 4ൽ നിന്ന് 3 കുറച്ച് എന്ത് എഴുതുക? 1 എന്ന് എഴുതുക. ദെർഫോർ ആൻസർ ഈസ് -1. അടുത്ത ചോദ്യം നോക്കടാ, ഇവിടെ പ്ലസ് മൈനസ് ഉണ്ട്, അതോടൊപ്പം ഇവിടെയും ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം എഴുതേണ്ട സംഖ്യ -4 ആണ്. ഓക്കെ, അത് മനസ്സിലായി. പിന്നെ ഈ പ്ലസും മൈനസും കൂടെ എന്താവും? അല്ല, ഈ കൊടുത്തിരിക്കുന്ന പ്ലസും മൈനസും കൂടെ എന്താവും? നമുക്കറിയാം മൈനസ് ആകും. അപ്പോൾ മൈനസ് വരും, 2 വരും. ഇനി നോക്കിയേ മക്കളെ, നോക്കടാ, -4ഉം -2ഉം ഒരേ ചിഹ്നമാണ്. ഒരേ ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടണം. ഒരേ ചിഹ്നം വന്നു കഴിഞ്ഞാൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 6. എന്നിട്ട് അതേ ചിഹ്നം കൊടുക്കണം. കേട്ടല്ലോ, ഞാൻ പറഞ്ഞ വാചകം ഒന്ന് പഠിക്കുക. ഒരേ ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കണം, മൈനസ്. ഓക്കെ, സെറ്റാണല്ലോ. അടുത്ത ചോദ്യം കൂടെ ചെയ്യാം. നിങ്ങൾക്കറിയാം -5 ഇവിടെ വരും, -6 വരും. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം. കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് ഈ കണക്കൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇനി ചാപ്റ്റർ പറയുമ്പോൾ മനസ്സിലാവും ഇത് എന്തിനാണ് സാറ് പഠിപ്പിച്ചത്. നോക്കിയാണേ, സെറ്റാണേ. ആദ്യത്തെ കണക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തോ പ്രത്യേകതയെ നോക്കണം മക്കളെ. ആദ്യത്തെ സംഖ്യ നെഗറ്റീവും രണ്ടാമത്തെ സംഖ്യ എങ്ങനത്തെ സംഖ്യയാണ്? പോസിറ്റീവും. എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണോ? നിങ്ങൾ പഠിച്ചേക്കുന്ന പറ. ഒരു നെഗറ്റീവും പോസിറ്റീവും വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കണം. ഇപ്പം 3ൽ നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. വലുതിൻ്റെ ചിഹ്നം കൊടുക്കുമ്പോൾ ഇത്തരം എന്തോ? മൈനസ് ആവും. എന്തുകൊണ്ടാണ്? വലിയ സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. 3ൻ്റെ ചിഹ്നം എന്തുവാ? നെഗറ്റീവ്. അതുകൊണ്ടാണ് ഉത്തരത്തിലും നെഗറ്റീവ്. അപ്പോൾ വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. സെറ്റാണ്. അടുത്തത് നോക്കൂ, ഒരേ ചിഹ്നം വന്നു. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടണം. കൂട്ടിയിട്ട് അതേ ചിഹ്നം. അതൊന്ന് എഴുതി വെച്ചേക്കണേ ഞാൻ ഈ പറയുന്ന വാചകം. നോക്കൂ, ഒരേ ചിഹ്നം വന്നാൽ കൂട്ടണം. 9 6 കൂട്ടിയ 15. 15ൻ്റെ അതേ ചിഹ്നം മൈനസ്. എന്തുകൊണ്ടതാണ്? ഇവിടെയും നെഗറ്റീവാണ്, ഇവിടെയും നെഗറ്റീവ്. അപ്പോൾ ഉത്തരത്തിലും നെഗറ്റീവ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ആകുമ്പോഴോ ഇവിടെ നെഗറ്റീവും ഇപ്പുറത്ത് എന്താണ്? പോസിറ്റീവ്. ഇപ്പോൾ വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കണം. 8ൽ നിന്ന് 7 കുറച്ചാൽ 1. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. മീൻസ് 8ൻ്റെ ചിഹ്നം എന്താ? പോസിറ്റീവാണ്. ദെർഫോർ ആൻസർ +1 ആയിരിക്കും ഉത്തരം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം. കണ്ടോ, ഈ 2 വരി അറിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊന്നും തെറ്റത്തില്ല. ഓക്കെയാണ്. ഇനി മറ്റു കുറച്ച് കണക്കുകൾ ഗുണനമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ പോകുന്നത്. ഗുണനം എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കടാ, ഈ സംഖ്യ നെഗറ്റീവാണ്. 3 -3 ആണ്.
പക്ഷേ 2 എന്ന് പറയുന്നത് ചിഹ്നം ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ എന്തുവാണ്? പോസിറ്റീവാണ്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഗുണിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഏതൊക്കെ തമ്മിൽ ഗുണിക്കണം? ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഗുണിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ നെഗറ്റീവും പോസിറ്റീവും കൂടെ ഗുണിച്ചാൽ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് മൈനസും പ്ലസും കൂടെ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ ചോദ്യത്തിനകത്ത് എന്ത് വരും? ആൻസറിൽ ഒരു നെഗറ്റീവ് വരും. ഇനി 3ഉം 2 കൂടെ ഗുണിക്കുക. 3ഉം 2 കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 6. അപ്പോൾ ആൻസർ -6. അടുത്ത നോക്കടാ, ഇവിടുത്തെ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഇത് നെഗറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവിടെ ഗുണിച്ചാൽ എന്തായിട്ട് മാറും എന്ന് മനസ്സിലാക്കുക? പോസിറ്റീവ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ 4 3 ഗുണിച്ചാൽ 12. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ചിഹ്നം ഇവിടെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പോസിറ്റീവ് ആണെങ്കിൽ അത് തന്നെയാണ്, അതുകൊണ്ട് അതിനകത്ത് പോസിറ്റീവ് ഇട്ട് വെക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ, പ്ലസ് ഇടണ്ട. അടുത്ത സംഖ്യ നോക്കടാ, ഇത് പോസിറ്റീവ് 10ഉം മറ്റത് നെഗറ്റീവ് 20. അപ്പോൾ എന്ത് വരും? ഉത്തരത്തിൽ വ്യത്യസ്തമാണെങ്കിൽ ഗുണിക്കുമ്പോൾ എന്ത് വരും? നെഗറ്റീവ് വരും. എന്താ നമ്മളിവിടെ പഠിച്ചു? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തുവാ? നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് 20 ഇൻറ്റു 10 എന്തുവാ? 200. അടുത്ത സംഖ്യയും രണ്ടിടത്തും നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെയും നെഗറ്റീവ് ഉണ്ട്, അടുത്തതിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഉത്തരം എന്തുമായിരിക്കും? പോസിറ്റീവ് ആണെന്നറിയാം. പോസിറ്റീവ് എത്രയാണ്? 42 ആണ്. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് ആ ചിഹ്നം കാണിക്കേണ്ട ആവശ്യമില്ല, 42 എന്ന് എഴുതിയാൽ മതിയല്ലോ. ഓക്കെ, അടുത്ത നോക്കടാ, ഇവിടെ പോസിറ്റീവാണ്, മറ്റത് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് 8 ആണ് ആൻസർ. അപ്പം ഗുണനവും മനസ്സിലാക്കുക. ഗുണനം പഠിക്കാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ മേൽ എഴുതിയേക്കുന്ന കാര്യമാണ്. നെഗറ്റീവ് പോസിറ്റീവോട് ഗുണിച്ചാൽ ഉത്തരം നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരത്തിൽ എന്തുവരും? പോസിറ്റീവ് ആവും. കണ്ടല്ലേ? ഇതെല്ലാം മനസ്സിലാക്കി ഒന്ന് പഠിച്ചാൽ മാത്രം മതി, സെറ്റാകും. അടുത്ത ഒരു കാര്യം കൂടെ, സെയിം ഇപ്പോൾ പറഞ്ഞ ഗുണനത്തിൽ എന്താണോ നമ്മൾ പറഞ്ഞത്, നെഗറ്റീവും പോസിറ്റീവോടെ ഗുണിച്ചാൽ നെഗറ്റീവ് ആവും, നെഗറ്റീവോടെ ഗുണിച്ചാൽ പോസിറ്റീവ്. അതുപോലെ തന്നെയാണ് ഡിവിഷനും. നോക്കടാ, ഇവിടെ പ്ലസ് ഉണ്ട്, മുകളിൽ എന്തുണ്ട് നോക്കടാ, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ എന്തോ വ്യത്യസ്തം വന്നാൽ ഗുണിക്കുമ്പോൾ എന്തുവായിരുന്നു? നെഗറ്റീവ് വരത്തില്ല. അതുപോലെ ഇവിടെ എന്തുവരും? നെഗറ്റീവ് വരും. പക്ഷേ ഈ 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 2/1 ആണ്. 2/1 2/1 എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ ആൻസർ -2. അടുത്തത് നിങ്ങൾക്കറിയാം, 0 പോവും. അതോടൊപ്പം നോക്ക്, ചിഹ്നം നോക്കി, ഇതും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. നെഗറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കും? മൾട്ടിപ്ലിക്കേഷനകത്ത് നെഗറ്റീവ് അങ്ങ് പോസിറ്റീവ് ആവത്തില്ല. അപ്പോൾ ഉത്തരം പോസിറ്റീവ് 2 ആണ് ആൻസർ. എന്തുകൊണ്ടാണ്? അതാണ്ട് ഇവിടെ ഒരു 4 ഉണ്ട്. 4/2 എത്ര? 2 ആണ്. അടുത്ത ചോദ്യത്തിൽ നോക്കടാ, ഇത് മേലത്തെ നെഗറ്റീവ്, താഴത്തെ പോസിറ്റീവ്. അപ്പോൾ എന്തൊരു ഉത്തരത്തിൽ നെഗറ്റീവ് വരും. 8 4 ഡിവൈഡ് ചെയ്ത ഉത്തരം 2. അപ്പോൾ ആൻസർ ഈസ് -2. അപ്പോൾ ഡിവിഷനും ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ന്യൂജൻ മാത്ത് SSLC ചാനലാണ്, പുതിയ ചാനലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ എത്തും. അപ്പോൾ എന്നും വരിക, കാണുക. നമ്മൾ SSLC മാത്സ് സെറ്റാവും, അതുപോലെ മറ്റു വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ബൈ, താങ്ക് യു.